ചന്ദ്രോപരിതലത്തിൽ മനുഷ്യന് അതിജീവനം അനായാസമായി സാധ്യമാക്കുന്ന ഒരു നൂതന സാങ്കേതിക വിദ്യ കണ്ടെത്തി ഗവേഷകർ. ചന്ദ്രന്റെ മണ്ണിൽ നിന്ന് വെള്ളം വേർതിരിച്ചെടുക്കുന്നതിലും അതുപയോഗിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെയും ഓക്സിജനും ഇന്ധനവുമായി ബന്ധപ്പെട്ട രാസവസ്തുക്കളാക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ജലം, ഓക്സിജൻ, ഇന്ധനം തുടങ്ങിയ അവശ്യ വിഭവങ്ങൾക്കായി ഭൂമിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഈ കണ്ടുപിടുത്തം. വിദൂര പ്രപഞ്ച പര്യവേഷണങ്ങൾ നടത്തുമ്പോൾ ചന്ദ്രനെ ഒരു ഇടത്താവളമായി ഉപയോഗിക്കാമെന്ന ആശയം ബഹിരാകാശ ഏജൻസികൾ കഴിഞ്ഞ കാലങ്ങളിൽ മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ ഇത് സാധ്യമാകണമെങ്കിൽ ആവശ്യമായ ഇന്ധനവും വെള്ളവും മറ്റ് വിഭവങ്ങളും ചന്ദ്രനിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ വിദഗ്ധർക്ക് കഴിയണം. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോവുക എന്നത് വളരെ ചെലവുള്ള കാര്യമാണ്. ചാന്ദ്രമണ്ണിൽ നിന്ന് വെള്ളം വേർതിരിച്ചെടുക്കുകയും ബഹിരാകാശ യാത്രികർ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജൻ വാതകവുമാക്കി മാറ്റാൻ ആ വെള്ളം നേരിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഗവേഷകർ വികസിപ്പിച്ചത്. ഇവ പിന്നീട് ഇന്ധനവും ബഹിരാകാശ യാത്രികർക്ക് ശ്വസിക്കാനുള്ള ഓക്സിജനും നിർമ്മിക്കാൻ ഉപയോഗിക്കാം. സൂര്യപ്രകാശത്തെ താപമാക്കി മാറ്റുന്ന ഒരു നൂതന സംവിധാനത്തിലൂടെയാണ് ഇത് സാധ്യമാക്കുന്നത്. ഈ സാങ്കേതിക വിദ്യ ലബോറട്ടറിയിൽ വിജയകരമായിരുന്നു എന്ന് ഗവേഷകർ പറയുന്നു. എങ്കിലും കഠിനമായ താപനില വ്യതിയാനങ്ങൾ, തീവ്രമായ റേഡിയേഷൻ, കുറഞ്ഞ ഗുരുത്വാകർഷണം എന്നിവയുൾപ്പെടെ ചന്ദ്രനിലെ കഠിനമായ പരിസ്ഥിതി ചന്ദ്രോപരിതലത്തിലെ ഇതിൻ്റെ ഉപയോഗത്തെ സങ്കീർണമാക്കുന്ന വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ടെന്ന് അവർ അഭിപ്രായപ്പെട്ടു.